ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാണ് കേട്ടോ. അതായത് വിക്രം ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കാരണം തൻ്റെ അച്ഛൻ്റെ ആ ഒരു സ്വപ്നങ്ങളിൽ നിന്നൊക്കെ വഴുതി പോകാനൊക്കെയുള്ള കാരണങ്ങൾ വേദ തിരിച്ചറിയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ കൂടുതൽ സ്നേഹിക്കുകയും വിക്രമിനോട് കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. എങ്കിലും നമ്മുടെ വിക്രമാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കണില്ല കേട്ടോ. എത്രയൊക്കെ വേദ ശ്രമിച്ചിട്ടും വേദയോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് വിക്രം ശ്രമിക്കുന്നില്ലേ. ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് വേദ പലപ്പോഴായിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അപ്പോൾ ഇനി സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്, ഒരു കുടുംബമൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, താൻ പറഞ്ഞു വന്നതെന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, പക്ഷേ അതൊന്നും നടക്കില്ലടോ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഇങ്ങനൊരു ആളെ അല്ലായിരുന്നു, ഇങ്ങനൊന്നും എത്തിപ്പെടേണ്ട ഒരാളെ അല്ലായിരുന്നു. പക്ഷേ എൻ്റെ വിധി, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ചു. ഈശ്വരൻ പോലും എല്ലാത്തിനും കൂട്ടുനിന്നു. അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു ജീവിതമോ അല്ലെ പഴയ കാലത്തിലേക്കൊന്നും പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നിന്നോട് ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ നിന്നോട് ഞാൻ പറയുന്നത്, നീ ഇവിടം വിട്ടു പോ, എന്നിട്ട് നിൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നീ പോവും. നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം നിനക്ക് ലഭിക്കാനുണ്ട്. ഇപ്പോഴും ആ വക്കീൽ കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് ആ വക്കീൽ കൊടുത്ത് സുഖമായിട്ട് ജീവിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കായാലും ദേഷ്യം വരാതിരിക്കില്ലല്ലോ. ഒന്ന് സ്നേഹത്തോടെ പോയി സംസാരിക്കുമ്പോഴത്തേക്കിനും പഴയ ആളെ പോയി വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞാൽ പിന്നെ വേദയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? വേദയാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് ചൂടാകാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഞാനൊരു നല്ല കാര്യം പറഞ്ഞ് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക. പിന്നെ നീ പറഞ്ഞതുപോലെ ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കാമെന്ന് ഒരിക്കലും നീ കരുതണ്ട. അതിനൊന്നും എൻ്റെ മനസ്സ് പാകപ്പെടുകയില്ല. നിന്നോട് എനിക്കൊരു വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല, മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്നോട് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദിക്ക് ഒരു സങ്കടമാവുകയാണ്. കാരണം എത്ര ശ്രമിച്ചിട്ടും തന്നോട് അടുക്കുന്നില്ലല്ലോ വിക്രം. പക്ഷേ വിക്രമിൻ്റെ മനസ്സ് നിറയിച്ച് വേദയോടുള്ള സ്നേഹമുണ്ടെന്ന് അവൾ തിരിച്ചറിയാൻ കേട്ടോ. എങ്ങനെയെങ്കിലും വിക്രമിനെ നല്ലൊരു പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാൻ കേട്ടോ വേദ. പക്ഷേ എന്ത് ചെയ്തിട്ടും വിക്രം അതിനൊന്നും കൂട്ടാക്കുന്നില്ലേ. അങ്ങനെ ഇരിക്കുകയാണ് ഈ സങ്കടം. നമ്മുടെ വേദയാണെങ്കിൽ വേദയുടെ മുത്തശ്ശിയെ വിളിച്ച് പറയാൻ കേട്ടോ. മുത്തശ്ശിയെ വിളിച്ച് ഇങ്ങനെ പറയാണ്, ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചു മുത്തശ്ശി, പക്ഷേ വിക്രം എന്ത് ചെയ്തിട്ടും എന്നോട് അടുക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞാൻ ഓർത്തിരുന്നത് നിങ്ങൾ തമ്മിൽ നല്ലൊരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുമല്ല, നീയാണെങ്കിൽ വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിക്രം തിരിച്ചും അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ നിൻ്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. എനിക്കത് കേൾക്കുമ്പോൾ വല്ലാണ്ട് എൻ്റെ ചങ്ക് പിടയ്ക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷേ വിക്രം ഇപ്പോഴും വിക്രമിൻ്റെ മനസ്സിലൊരു കോംപ്ലക്സാണ്. ഞാൻ വിക്രമിനേക്കാളും ഉയർന്നതാണെന്നും വിക്രം ഞാൻ ഒരിക്കലും ചേരില്ല എന്നും എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് തീരുകയാണെന്നൊക്കെയാണ് വിക്രം വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ലൈഫിനോട് നല്ല രീതിയിൽ അഡ്ജസ്റ്റബിൾ ആയെന്നും അതുപോലെ തന്നെ ഈ ലൈഫ് എൻ്റെ പ്രാണനായിട്ട് ഞാൻ കരുതുന്നുണ്ടെന്നും വിക്രം മനസ്സിലാക്കുന്നില്ല മുത്തശ്ശി എന്നൊക്കെ പറയാൻ കേട്ടോ. പോകെ എല്ലാം ശരിയാകുമായിരിക്കും, നീ വിഷമിക്കേണ്ട, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും എന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ കേട്ടോ. എൻ്റെ ഭഗവാനെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ചെറുമക്കളിൽ ഒരാളാണ് വേദ. അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു വീട്ടിലെത്തിപ്പെട്ടു. പക്ഷേ അവളുടെ ഭർത്താവ് എത്രയൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അവർക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഇല്ല എന്നറിയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു മാറ്റം വരുത്തണേ എൻ്റെ ഭഗവാനെ, നീയല്ലേ ഞങ്ങൾക്ക് തുണ. നീ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിച്ച് തരണേ. എൻ്റെ വേദങ്ങൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കണേ, സന്തോഷകരമായിട്ട് അവളുടെ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം അവൾ ജീവിക്കണേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ. അങ്ങനെ ശങ്കരനാരായണ മനസ്സിരുന്ന് വിങ്ങുകയാണ്. കാരണം തൻ്റെ മകള് എത്രയൊക്കെ പറഞ്ഞാലും ഒരു സന്തോഷകരമായ ജീവിതമല്ല നയിക്കുന്നതെന്നും അവർ തമ്മിൽ ഒരു ഭാര്യ-ഭർത്തൃബന്ധമില്ല എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, എന്നിട്ടും അവർക്ക് തമ്മിൽ പരസ്പരം ഒരു സ്നേഹമോ പ്രണയമോ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. എൻ്റെ മകളാണെങ്കിൽ അവനെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നുമുണ്ട്. അവനാണെങ്കിൽ അവൾക്ക് നല്ലത് വരട്ടെ എന്ന് കരുതി ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഇതൊരിക്കലും ശരിയാകില്ല. കാരണം വേദ
വേദ ഒരിക്കലും അവനെ വിട്ടു പോരില്ല. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാണ് ഉചിതം. എന്തായാലും നാളെ തന്നെ ആരും അറിയാതെ വിക്രമിനെ ഒന്ന് കാണണം എന്നൊക്കെ ചിന്തിക്കാനുണ്ടോ. അങ്ങനെ നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ വിക്രമിൻ്റെ മൊബൈൽ ഫോൺ നമ്പറൊക്കെ ഒപ്പിക്കുകയാണേ. അങ്ങനെ ആ നമ്പർ ആരും കാണാതെ വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വേദയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനും കേട്ടോ. ഈ സമയത്ത് വിക്രം എന്താ പറഞ്ഞോളൂ, വേദയുടെ കൊടുക്കാനാണോ? ഞാനിപ്പോൾ പുറത്താണ്, ഈ വേദയോട് സംസാരിക്കാനല്ല, ഞാൻ വിക്രമിനോട് സംസാരിക്കാനാണ് ഫോൺ ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. പറഞ്ഞു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത് ഞാൻ വേദമോളിലാണ്. കാരണം അവൾ ചെറുപ്പം മുതലേ തന്നെ നല്ല കാലിബറുള്ള കുട്ടിയാണ്, എല്ലാത്തിലും ഫസ്റ്റായിരുന്നു അവൾക്ക്. അവളാണ് ഈ നല്ല ഈശ്വരവിശ്വാസിയും കൂടി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിൻ്റെ ഭവനത്തിൽ അവൾ വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അതിന് തെറ്റു പറയില്ല. ആദ്യമൊക്കെ എനിക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ലൊരു ജീവിതം, അവൾക്ക് ചേർന്നൊരു ജീവിതമല്ല ലഭിച്ചിരുന്നത്. പക്ഷേ അവൾ ഒരിക്കലും വിക്രമിനെ വിട്ടു പോരില്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ തന്നെ വിക്രം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്രയും നാളായില്ലേ, നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഭാര്യാഭർത്തൃബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ. ഈ സമയത്തിന് വിക്രം എന്ത് പറയണം ഏത് പറയണം എന്നറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണേ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ സ്നേഹം നൽകാൻ കഴിയില്ല. കാരണം അവൾ എന്നേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലെത്തേണ്ടവളാണ്, നല്ലൊരു വക്കീലാവേണ്ടവളാണ്. അവളുടെ ഭർത്താവ് ഒരു ഗുണ്ടയെന്ന് പറയാൻ അവൾക്ക് തന്നെ ഒരു ലജ്ജയാവില്ലേ. അതുകൊണ്ട് ഈ ഒരു ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ എത്രയൊക്കെ പറിച്ചു മാറ്റിയിട്ടും വേദ കൂടുതൽ അടുക്കുന്നതല്ലാതെ എന്നിൽ നിന്ന് പറഞ്ഞു പോകുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെനിക്ക് ബോധ്യമായി കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ മകൾ നിന്നെ വിട്ട് ഒരിക്കലും വരില്ല. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് എനിക്കാഗ്രഹം. 2-3 അറ്റാക്കൊക്കെ വന്ന ആളാണ്, എനിക്കിനിയും പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് നിങ്ങളുടെ മക്കളെയൊക്കെ കണ്ടിട്ട് മരിക്കണമെന്നാണ് എനിക്കാഗ്രഹം. ആ ആഗ്രഹം നിങ്ങൾ ഉടനെ സാധിച്ചു തരില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ചേരുന്ന ആളല്ല വേദ എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ പിന്നെയും പറയുന്നുണ്ട്, വേണ്ട, ഞാൻ തന്നോടൊരു കാര്യം എൻ്റെ ഒരു അപേക്ഷയായിട്ട് നീ കരുതിയാൽ മതി. എൻ്റെ ഈ ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരണം. നിങ്ങളുടെ മക്കളെ കണ്ടിട്ട് എനിക്ക് മരിക്കണം. എൻ്റെ വേദമോളുടെ മുഖത്തെ നിറഞ്ഞു പുഞ്ചിരി കണ്ടിട്ട് എനിക്ക് മരിക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും അവളെ സങ്കടപ്പെടുത്താതെ അവളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം ജീവിക്കണം. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് തരാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഒന്നും മോഹിച്ചല്ല ഇത്രയും നാൾ ഞാൻ വേദയുടെ കൂടെ നിന്നത്. പക്ഷേ എനിക്ക് അങ്ങയോട് എന്ത് പറയണമെന്നറിയില്ല. എന്തായാലും ഞാനൊരു വാക്ക് തരാം, അങ്ങയുടെ മകളെ ഇനി ഞാൻ സങ്കടപ്പെടുത്തില്ല. അത് ഞാൻ വാക്ക് തരുന്നു. അവളുടെ ജീവിതം ഒരിക്കലും പാഴായി പോവുകയില്ല. അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ അവളെ നല്ലൊരു നിലയിലെത്തിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശങ്കരനാരായണൻ ഒരുപാട് സന്തോഷമാകാണ്. അങ്ങനെ ഫോൺ വെക്കാൻ കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈശ്വരാനുഗ്രഹമുള്ളവനാണ്. അവൻ എന്തായാലും എൻ്റെ വേദമോൾക്ക് ചേരുന്നവനാണ്. അവൻ്റെ മനസ്സിൽ കളങ്കമില്ല. മറ്റാരൊക്കെയോ ചേർന്ന് അവനിൽ ഓരോ കുറ്റങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തതാണ്. ഒരിക്കലും അവനെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇതുപോലെ തെറ്റുകൾ ചെയ്യാനൊക്കെ അവൻ നല്ലൊരു മനസ്സിനുടമയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ അന്നേ ദിവസം വീട്ടിലേക്ക് എത്തുന്ന വിക്രമാണെങ്കിൽ അച്ഛൻ വിളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണേ. അതായത് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ. എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ഒരു മനസ്സിനെ ഇനി വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് ഒരു ചായയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, എന്താ പതിവില്ലാതെ എന്നോട് ചായയൊക്കെ ചോദിക്കുന്നത്? എപ്പോഴും അമ്മയോടല്ലേ ചോദിക്കാറ്. നീ ഇവിടെ ഉള്ളപ്പോൾ അമ്മേനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയല്ലേ. ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, രാവിലെ പോയ ആളല്ലല്ലോ തിരികെ എത്തിയത്, ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണേ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ വേതാളത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ ചായ മേടിച്ച് കുടിക്കാൻ ഈ വിക്രമാദിത്യത്തിന് കഴിയുമോ? ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നിന്ന് ചിലക്കാതെ നിൻ്റെ ഭർത്താവിൻ്റെ ഒരു ചായ എടുത്തുകൊണ്ട് വാടി, അതോ ഞാൻ അമ്മയെ വിളിക്കണോ എന്ന് ചോദിക്കാനുണ്ടോ. ഇത് കേൾക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കാനുട്ടോ നമ്മുടെ വേദ.